നമ്മുടെ ഒരു സ്പെഷ്യൽ കൃഷിയാണ്, ഇടുക്കി ജില്ലക്കാരുടെ സ്പെഷ്യൽ കൃഷിയാണ് ഈ ഏലക്കൃഷി എന്നുള്ളത്. അത് മിക്കവാറും ഉള്ളവരെല്ലാം ഇത് ചെയ്യാറുണ്ട്. അതിൽ ഈ സാധനം ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് നമുക്ക് ആദായം എടുക്കാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുത്ത കാലാവസ്ഥയാണ്, അന്തരീക്ഷമാണ്. അതിൽ നിന്ന് ഈ സാധനം നല്ലപോലെ ഇവിടെ ഉണ്ടാകും. നാട്ടിൻപുറത്താണെങ്കിൽ ഇത് ഇത്രയും പൊലിമയോടെ സാധനം ഉണ്ടാകത്തില്ല. ഈ കായൊക്കെ വളരെ ചെറുതായിരിക്കും. പിന്നെ ഈ സാധനത്തിന് എണ്ണം കുറവായിരിക്കും, ഇതിന് നീളം കുറവായിരിക്കും. ഇത്രയും നീളമൊന്നും കാണുകയില്ല, വളരെ നീളക്കുറവായിരിക്കും. ഇത് ഇതുപോലെയൊക്കെ നിൽക്കും. അങ്ങനെയുള്ള കൃഷി നാട്ടിൻപുറത്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു കാഴ്ചയായിട്ട് നിൽക്കാമെന്നുള്ളതല്ലാതെ ഇതുപോലെ കൃഷി ഉണ്ടാക്കിയെടുക്കാൻ നാട്ടിൻപുറത്ത് പറ്റിയല്ല. അവിടുത്തെ കാലാവസ്ഥ ഇതിന് പറ്റുന്നതല്ല. അപ്പോൾ ഇത് ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഇത് മണ്ണ് നല്ലപോലെ ഇളക്കിയിട്ട്, ഈ സമയത്തല്ല മഴ സമയത്ത് മണ്ണ് നല്ല ഇളക്കിയിട്ട് ആ ഒരു കുഴിയെടുക്കുക. ഈ വാഴക്കുഴി എടുക്കുന്ന പോലെ കുഴിയെടുക്കുക. ആ കുഴിയെടുക്കുന്നതിനകത്ത് ഈ സാധനം ഒരെണ്ണം അങ്ങ് നടുക, ഒരു കമ്പ് കുത്തി കൊടുക്കുക. ആ കമ്പ് കുത്തി കെട്ടി കൊടുത്താൽ മതി. ചുവട്ടിൽ ചപ്പിട്ട് കൊടുക്കണം, ഇലയിട്ട് കൊടുക്കുക, വെള്ളം നനച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് ഇതുപോലെ 5-6 എണ്ണം വരെ ആകും. ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഇതുപോലെ 10-15 എണ്ണം ആകും. 2 വർഷം ആകുമ്പോഴത്തേക്കും 10-30 എണ്ണം ആകും. അതിൽ നിന്ന് ഈ സാധനം ഉണ്ടായി വരും. ഈ ഒരു സാധനത്തിൽ നിന്ന് ഈ വരുന്ന പോലെയുള്ള സാധനം ഉണ്ടായി വന്നാൽ ഇതുപോലുള്ള സാധനങ്ങൾ വരും. അതിലാണ് ഈ കായ ഉണ്ടാകുന്നത്. ഇത് ഒരു 3 വർഷം ആകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ആദായം കിട്ടും. സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആദായമാണ്. കൂലിക്കാരെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ വില അനുസരിച്ച് വളരെ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ വില കുറവാണ്. ഇപ്പോൾ നമുക്കിത് 1400 രൂപ 1300 രൂപയൊക്കെ വിലയുള്ളൂ. ഇത് ഉണങ്ങുന്ന പറഞ്ഞാൽ ഇതിന് സ്റ്റോർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് ഉണങ്ങുന്ന ഡ്രയർ. ആ ഡ്രയറിൽ ഇത് നമ്മൾ കൊണ്ട് കൊടുത്താൽ 1 കിലോയ്ക്ക് 12 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് അവർ ഉണങ്ങിത്തരും. 5 കിലോ 4.5 കിലോ 5 കിലോയ്ക്ക് 1 കിലോ ഡ്രൈയായിട്ട് ഉണങ്ങിയ ആ സാധനം നമുക്ക് കിട്ടും. ആ സാധനം ഇതിനാണ് ഈ വില 1300-1400 രൂപയൊക്കെ വിലയായിട്ട് നമുക്ക് കിട്ടുന്നത്. ഒരു 1500 രൂപയെങ്കിലും വില കിട്ടിയില്ലെങ്കിൽ ഈ കൃഷി മെച്ചമായിട്ട് നമ്മൾ കണക്കൂട്ടാൻ പറ്റില്ല. സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഒന്ന് പിടിച്ച് നിൽക്കാം. ഇതിന് വളം ചെയ്യുന്നത് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ് ഇടുന്നത്. ചാണകപ്പൊടിയാക്കിയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ കലക്കി ഒഴിക്കും. ചാണകം, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഈ സാധനം 3ഉം കൂടെ പുളിപ്പിച്ചിട്ട് 1 ആഴ്ച കെട്ടി വെച്ചിട്ട് അത് കോരി വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചുറ്റും ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചവറിടുക, ചുവട്ടിൽ ചവറിടുക. ഇപ്പോൾ കായുള്ള സമയമാണെങ്കിൽ ഇത്രയും ചവർ കുറവ്, അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ നല്ലപോലെ കിടക്കുന്ന സാധനമല്ല ഇതിൻ്റെ ചുവട്ടിൽ കിടക്കേണ്ടതാണ്. അങ്ങനെ ആണ് ഇതിൻ്റെ കൃഷി.